pancakes and treats. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. ജാപ്പനീസ് സൂഫ്ലെ പാൻകേക്ക്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സൂഫ്ലെ പാൻകേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് 4 മുട്ടയാണ്. അത് എഗ് വൈറ്റും എഗ് യോക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് നമുക്ക് പൊടിച്ച പഞ്ചസാര 80 ഗ്രാം, പിന്നെ 40 ഗ്രാം ഫുൾ ഫാറ്റ് മിൽക്ക്, 20 ഗ്രാം വെജിറ്റബിൾ ഓയിൽ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, വൈറ്റ് വിനെഗർ 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് നമുക്ക് ഫ്ലോർ ആണ്. ഫ്ലോർ നമുക്ക് വേണ്ടത് 60 ഗ്രാം. ആദ്യം തന്നെ നമുക്ക് എഗ് യോക്കിലേക്ക് പാലും എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത എഗ് യോക്കിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒഴിക്കുക. വാനില എസൻസ് ഒഴിക്കുമ്പോൾ നമുക്ക് ആ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാം. ിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഫ്ലോർ നമുക്കൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഒരു റിബൺ ടെക്സ്ചർ എത്തുന്നവരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയെന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവുമാണ്. ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടെക്സ്ചർ എത്തുന്നവരെ, അതായത് ഈ ഒരു റിബൺ ഫോൾഡിങ് എത്തുന്നവരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി എഗ് വൈറ്റാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിന് മുന്നേ നമുക്ക് എഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ ഒഴിച്ചു കൊടുക്കാം. എഗ് വൈറ്റ് ഒന്ന് പതഞ്ഞ് തുടങ്ങിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എഗ് വൈറ്റ് ഇപ്പം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ തലതിരിച്ച് നോക്കുമ്പോൾ പോകാത്ത ഒരു പരുവം വരെ നമ്മളിത് ബീറ്റ് ചെയ്ത് എടുക്കണം. ഇതിനെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സിലേക്ക് നമുക്ക് പതുക്കെ ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ആദ്യം കുറേശ്ശെ എഗ് വൈറ്റ് ഇട്ട് കൊടുത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള എഗ് വൈറ്റ് കൂടി നമുക്ക് ഇതേപോലെ ഇതിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഫ്ലോർ മിക്സും എഗ് വൈറ്റും കൂടെ ഞാൻ ബാക്കിയിരുന്ന എഗ് വൈറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പതുക്കെ വേണം ഇത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ. കാരണം ഇത് വളരെ ഫ്ലഫിയും എയറിയുമായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് വേണം നമുക്കത് കിട്ടാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മളത് പാൻകേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരികയുള്ളൂ. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമുക്കൊരു സിപ്ലോ കവറിലേക്കായാലും ഇത് ഇട്ട് കൊടുക്കാം. ഞാനൊരു പാന് അല്പം എണ്ണ തേച്ച് ലോ ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് ഒരു 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതിയാകും. അത് ഓരോരുത്തരുടെ സ്റ്റൗവിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും കുക്ക് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക.
നമ്മൾ പാൻകേക്ക് മറിച്ചിട്ട ശേഷവും നമ്മൾ വീണ്ടും ഒരു 3 to 4 മിനിറ്റ്സ് കവർ ചെയ്ത് തന്നെ അത് കുക്ക് ചെയ്യണം. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലായതുകൊണ്ട് ഓരോരുത്തരുടെയും സ്റ്റൗവിൽ ഡിഫറെൻ്റ് ആയിരിക്കും ഹീറ്റ് വരുന്നത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക, അടി കരിഞ്ഞ് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പാൻകേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാൻകേക്ക് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഐസിങ് ബാഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ നമുക്കൊരു ചെറിയ റോളായിട്ട് ചുറ്റിയെടുത്ത് നമുക്കിങ്ങനെ ഒരു സലോ ടേപ്പ് ഒട്ടിച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ പാനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചാലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പം കാണാനൊരു ഭംഗിയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനതങ്ങനെ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും ഞാൻ നേരത്തെ കൂടെ കവർ ചെയ്താണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി തിക്നെസ്സിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 4 മിനിറ്റ്സിന് പകരം ഒരു 5 to 6 മിനിറ്റ്സ് വരെ നമുക്കിത് നോക്കാം. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഒന്ന് അടിവശം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല, ചിലപ്പം ചൂട് കൂടി അടി കരിയുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ പാൻകേക്ക് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം. ഇത് തിരിച്ചിട്ട ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് ഒരു 4 to 5 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.